സഭയിൽ യൗസേപ്പ് പിതാവിനെ പറ്റിയുള്ള യൗസേപ്പ് പെരുമകൾ നിരവധിയാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യർ അവരുടെ നാമമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ജോസഫ് എന്നുള്ള പേരാണ്. അത് ഓരോ ഭാഷയിലും ഓരോ രീതിയിലാണ്. ലാറ്റിൻ അമേരിക്കയിലാണെങ്കിൽ ഹോസെ, സ്പാനിഷിലാണെങ്കിൽ ജോസഫൈൻ, ഇറ്റാലിയനിലാണെങ്കിൽ ജൂസപ്പെ, മലയാളത്തിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഐപ്പ്, ജോപ്പി, ഔദ, കൊച്ചൗസേപ്പ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. സഭയിലെ ഏറ്റവും അധികം സ്ഥാപനങ്ങൾ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളതും വിശുദ്ധ യൗസേപ്പിൻ്റെ പേരിൽ തന്നെയാണ്. ഏറ്റവും അധികം വിശുദ്ധരുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ യൗസേപ്പാണ്. ആവിലയിൽ അമ്മ ത്രേസ്യയും ജത്രൂദും ഒക്കെ അവരുടെ സ്വർഗീയ മധ്യസ്ഥൻ യൗസേപ്പായിരുന്നു. ഏറ്റവും അധികം രാജ്യങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ യൗസേപ്പാണ്. അതൊക്കെ പോരാഞ്ഞിട്ട് സഭ ഏറ്റവും അധികം കാര്യങ്ങൾക്ക് മാധ്യസ്ഥ്യം ഇരുത്തിയിരിക്കുന്നതും യൗസേപ്പിനെയാണ്. ആശയക്കുഴപ്പക്കാരുടെ, ഗർഭിണികളുടെ, എൻജിനീയർമാരുടെ, ഭവനരഹിതരുടെ, അഭയാർത്ഥികളുടെ, നൽമരണത്തിൻ്റെ, കുടുംബനാഥന്മാരുടെ, ഇങ്ങനെ യൗസേപ്പ് പെരുമകൾ നിരവധിയാണ്. അപ്പോൾ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് വൈയക്തികം മാത്രമല്ല, സഭാത്മകമാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. യൗസേപ്പിൻ്റെ നാമം എവിടെയുണ്ടോ അവിടെ ദൈവം സമൃദ്ധി ചേർത്ത് വയ്ക്കും എന്നതിനുള്ള തെളിവുകളാണ് യൗസേപ്പിൻ്റെ ഈ ഒരു പെരുമകൾ. ഞാൻ കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥിക്കാൻ അമ്മയുടെ കൈയും പിടിച്ച് വരുന്നൊരു പള്ളിയാണിത്. ഞാൻ കുഞ്ഞിലേ മുതലേ കണ്ടിരിക്കുന്നത് സമൃദ്ധിയുടെയും സൗഖ്യത്തിൻ്റെയും ഇടമായിട്ടാണ്. എല്ലാവരുടെയും കഥകളിൽ നിന്ന് കേട്ടിരിക്കുന്നതും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ്. എനിക്കിന്നാണ് മനസ്സിലായത് എന്താണ് ഇവിടെ ഇത്ര സമൃദ്ധി, എന്താണ് ഇവിടെ ഇത്ര സൗഖ്യം. യൗസേപ്പ് ഇവിടെ നിങ്ങളോട് ചേർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച തെളിവ്. നമുക്ക് പുണ്യാളനോട് നന്ദി പറയാം. ഈ ഒരു ഇടവകയിൽ, ഈ ഒരു പ്രദേശം മുഴുവൻ സൗഖ്യം നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന, മൗനമായിട്ട് നിലകൊള്ളുന്ന വിശുദ്ധ യൗസേപ്പിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് ഈ ബലി അർപ്പിക്കാം.